നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ കായിക വകുപ്പിന്റെ കിക്ക് ഡ്രഗ് സന്ദേശയാത്ര. കോട്ടയം ജില്ലയിൽ സ്വീകരണം. ലഹരിക്കെതിരായ പോരാട്ടം സാമൂഹിക ചുമതലയാകണമെന്ന് ജോസ് കെ മാണി MP. ഒറവയ്ക്കൽ കൂരാലി റോഡിന്റെ അരുവിക്കുഴി മുതൽ വല്യാത്തുകവല വരെയുള്ള ഭാഗം നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. ഇടതുവശത്തുകൂടി കയറി വന്ന ടൂറിസ്റ്റ് ബസ് കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. യാത്രക്കാരന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. അപകടം MC റോഡിൽ തവളക്കുഴി ജംഗ്ഷനിൽ. തേനൂറും മാമ്പഴങ്ങളുടെ രുചിയുമായി കോട്ടയത്ത് മാംഗോ ഫെസ്റ്റ്. നാടൻ വിദേശ ശ്രേണിയിലുള്ള 100-ലധികം തരം മാമ്പഴങ്ങൾ. മാംഗോ ഫെസ്റ്റ് 25 വരെ. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കിക്ക് ഡ്രഗ് സന്ദേശയാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ സ്വീകരണം നൽകി. ഏറ്റുമാനൂരിൽ നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായി നടന്ന വാക്കത്തോൺ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കിക്ക് ഡ്രഗ് സന്ദേശയാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ വരവേൽപ്പ്. ഏറ്റുമാനൂരിൽ നൽകിയ സ്വീകരണത്തിൽ കായിക താരങ്ങളും സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളും ജനപ്രതിനിധികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരി പദാർത്ഥങ്ങൾ ഉന്മൂലനം ചെയ്യുക, ലഹരി ഉൽപ്പന്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കുക, ലഹരി എന്നീ സന്ദേശങ്ങളുമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സന്ദേശയാത്ര നടത്തുന്നത്. സ്വീകരണത്തിന് മുന്നോടിയായി ചേർപ്പങ്കലിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് 12 കിലോമീറ്റർ മാരത്തോൺ നടത്തി. ചേർപ്പങ്കൽ മാർസ്ലിവ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം ജോസ് കെ മാണി MP മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏറ്റുമാനൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ സമാപിച്ചു. ഇവിടെ നിന്നും സ്വീകരണ സമ്മേളന വേദിയായ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് വർണ്ണാഭമായ വാക്കത്തോൺ നടന്നു. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരെ സമൂഹത്തെയാകെ ഉണർത്തുന്നതിന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സന്ദേശയാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തെയാകെ തട്ടി ഉണർത്തുന്നതിന് വേണ്ടിയാണ് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈയെടുത്ത് 14 ജില്ലകളിൽ അന്തരാർഗമായ ഈ ക്യാമ്പയിൻ നടന്ന ജില്ലകളിലെല്ലാം ആയിരക്കണക്കിന് ജനങ്ങളെ ഈ ലഹരിയുടെ ഏറ്റവും വലിയ വിപത്തിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഒപ്പം ഇതിൽ വലിയ ജനപങ്കാളിത്തം ഊട്ടിയുറപ്പിച്ചുകൊണ്ടും എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന സാഹചര്യം സംജാതമാക്കിക്കൊണ്ടുമാണ് കോട്ടയം ജില്ലയിലേക്ക് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബഹുമാനായ മന്ത്രിയും സംഘാംഗങ്ങളും എത്തിച്ചേർന്നിരിക്കും. മന്ത്രിമാർക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഹൈമി ബോബി, KV ബിന്ദു, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത്, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ, സെക്രട്ടറി L മായാദേവി തുടങ്ങിയവർ പങ്കാളികളായി. ലഹരിക്കെതിരായ പോരാട്ടം സാമൂഹിക ചുമതലയാകണമെന്ന് ജോസ് കെ മാണി MP. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായ മാരത്തോൺ ചേർപ്പങ്കലിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു MP. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സമൂഹത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് ജോസ് കെ മാണി MP. സംസ്ഥാന കായിക വകുപ്പ് ലഹരിക്കെതിരെ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി പാല ചേർപ്പുങ്കലിൽ നിന്നും ആരംഭിച്ച മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ എത്തിക്കുന്നതിൽ കായിക താരങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വീടുകളെയും ബാധിക്കുന്ന ഗൗരവമുള്ള വിഷയമായി രാസലഹരിയുടെ ഉപയോഗം വ്യാപിച്ചിരിക്കുന്നു. ലഹരിക്കെതിരെ പോരാട്ടം ഓരോരുത്തരെയും നിറവേറ്റേണ്ട സാമൂഹിക ചുമതലയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. തീർച്ചയായും നമ്മുടെ സമൂഹത്തെ മുഴുവൻ കാത്തു തന്നുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്നിനെതിരെ അതിനെ മുക്തമാക്കുവാൻ പറ്റുന്നത്, അതിനെ മാറ്റി നിർത്തുവാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്, യുവാക്കൾക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓട്ടം ഓടുന്നത്. തീർച്ചയായും ഈ സന്ദേശയാത്ര നമുക്ക് ഓടിയാൽ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ആരോഗ്യമുള്ള, മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു ജനതയാണ് വേണ്ടത്. അതിന് തീർച്ചയായും അതിനുവേണ്ടി ഒത്തൊരുമിച്ച് നമുക്ക് ഓടാം, നമുക്ക് ഇതിനെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഇതൊരു വൻ വിജയമായിട്ട് മാറട്ടെ. മഴ പെയ്താലും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും. കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. നിരവധി കായിക താരങ്ങളും യുവതിയുവാക്കളും മാരത്തണിൽ പങ്കെടുത്തു. ചെറുപ്പങ്ങളിൽ നിന്നും ആരംഭിച്ച മാരത്തൺ ഏറ്റുമാനൂർ പേരൂർക്കവലയിൽ സമാപിച്ചു. കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ, സെക്രട്ടറി ഉഷാദേവി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. നവീകരണം പൂർത്തിയാക്കിയ ഒറവയ്ക്കൽ കൂരാലി റോഡിന്റെ അരുവിക്കുഴി മുതൽ വല്യാത്തുകവല വരെയുള്ള ഭാഗം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു.
കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നവീകരണം പൂർത്തിയാക്കിയ ഒറവയ്ക്കൽ കൂരാലി റോഡിന്റെ അരുവിക്കുഴി മുതൽ വല്യാത്തുകവല വരെയുള്ള ഭാഗത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. പള്ളിക്കത്തോട് അയ്യപ്പൻപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് മുഖ്യാതിഥിയായി. പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ പദ്ധതികളുടെയൊക്കെ പൂർത്തീകരണ വേളയിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മളാരും ഇത് നമ്മുടെ കണ്ണുകളെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK വിപിനചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൾ മാത്യു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M. അശ്വതി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ മാത്യു, ജിൻഡോ C. കാട്ടൂർ, ജെസ്സി ബെന്നി, രാഷ്ട്രീയ പ്രതിനിധികളായ ജോൺസൺ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ടൂറിസ്റ്റ് ബസ് കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. MC റോഡിൽ തവളക്കുഴി ജംഗ്ഷനിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടതുവശത്തുകൂടി കയറി വന്ന ബസ് യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളിലും കാറിലും ഇടിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ മാംഗോ ഫെസ്റ്റിന് കോട്ടയത്ത് തുടക്കമായി. നാവിൽ രുചിയുടെ വൈവിധ്യം നിറയ്ക്കുകയാണ് മേള. 100-ലധികം ഇനം മാങ്ങകൾ മേളയിലുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മാംഗോ ഫെസ്റ്റിന് കോട്ടയത്ത് തിരക്കേറുന്നു. തേനൂറും മാമ്പഴങ്ങളുടെ രുചിയറിയാൻ ദിവസവും നിരവധി പേരാണ് മാംഗോ ഫെസ്റ്റിന് എത്തുന്നത്. മധ്യവേനൽ അവധിക്ക് മാമ്പഴ മധുരം നുകരാൻ വൈവിധ്യമാർന്ന മാമ്പഴ ഇനങ്ങളാണ് മാംഗോ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. നാടൻ, വിദേശ ശ്രേണിയിലുള്ള മാവുകളിൽ നിന്നും നേരിട്ട് ശേഖരിച്ച 100-ലധികം തരം മാമ്പഴങ്ങളാണ് മാംഗോ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂവാണ്ടൻ, ശർക്കര മാങ്ങ, ചക്കരക്കുട്ടി, കാലാപ്പാടി, ആന്ധ്രാവാഴപ്പൂവ് ഇങ്ങനെ നീളുന്നു ഇനങ്ങൾ. 100 ഗ്രാം മുതൽ 2.5 കിലോഗ്രാം വരെ തൂക്കമുള്ള വ്യത്യസ്ത ഇനങ്ങൾ മേളയിലുണ്ട്. ഈ മാസം 25 വരെ തിരുനക്കര ബസ് സ്റ്റാൻഡിൽ എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ രാത്രി 9:30 വരെയാണ് മാംഗോ ഫെസ്റ്റ്. കൂടാതെ മാവിൻ തൈകളും വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. BRCയുടെ മികച്ച 1-ാം ക്ലാസ് അധ്യാപികയ്ക്കുള്ള ആദരം പൊൻകുന്നം CMS LP സ്കൂൾ അധ്യാപിക ഷേർലി ജയ്ക്ക്. കാഞ്ഞിരപ്പള്ളി BRCയിൽ നടന്ന ചടങ്ങിൽ ഷേർലിയെ ആദരിച്ചു. അവധിക്കാല അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായി BRCയുടെ മികച്ച 1-ാം ക്ലാസ് അധ്യാപികയ്ക്കുള്ള ആദരവ് പൊൻകുന്നം CMS LP സ്കൂളിലെ ഷേർലി ജയ്ക്ക്. കാഞ്ഞിരപ്പള്ളി BRCയിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി ഉദ്ഘാടനം ചെയ്തു. ത്യാഗം സഹിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. തീർച്ചയായിട്ടും നമ്മുടെ BRCക്ക് കീഴിൽ വലിയൊരു ബഹുമതി, സംസ്ഥാനത്തെ വലിയൊരു ബഹുമതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഷെർലി ടീച്ചറോട് തീർച്ചയായിട്ടും അനേകം ഷെർലി ടീച്ചർമാർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ അമുഖമായി ആശംസിക്കുകയാണ്. യോഗത്തിൽ അധ്യാപിക ഷേർലിയെ ആദരിച്ചു. ഇതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി എഡിറ്ററായ കുരുന്നെഴുത്തിൽ ഇടം നേടിയ CMS സ്കൂളിലെ വിദ്യാർത്ഥി അഷേർ K. ഷൈജുവിനെയും അമ്മ വിനീതയെയും ആദരിച്ചു. കാഞ്ഞിരപ്പള്ളി BPC അജാസ് അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി AEO സുൽഫിക്കർ S. റീബി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാമ്പാടി KG കോളേജിൽ ഫോറൻസിക് കെമിസ്ട്രി, സ്പേസ് ഫിസിക്സ് എന്നീ കോഴ്സുകൾ 4 വർഷം ഓണേഴ്സ് ബിരുദത്തിന്റെ ഭാഗമായി ആരംഭിച്ചു. വിവിധ ബിരുദ PG പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. മേള പ്രമാണി തേരോഴിൽ രാമക്കുറുപ്പിന് തിരുവിതാംകൂർ രാജവംശത്തിന്റെ മുദ്ര ആലേഖനം ചെയ്ത വീരശൃംഖല പട്ടം നൽകി ആദരിക്കുന്നു. ഈ മാസം 25-ന് വൈക്കം മഹാദേവ ക്ഷേത്രം തെക്കേനട വടയാർ ഹാളിൽ ആദരിക്കൽ ചടങ്ങ് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ മേള പ്രമാണിമാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ആളാണ് തേരൊഴിൽ രാമക്കുറുപ്പ്. അദ്ദേഹം തന്റെ വാദ്യകലാ ജീവിതത്തിൽ വളരെയധികം അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ
ശിഷ്യരും മേളാസ്വാദികരും നാട്ടുകാരും ചേർന്ന് രൂപം കൊടുത്ത സമിതിയാണ് തേരൊഴിൽ രാമക്കുറുപ്പ് വീരശൃംഖല സംഘാടക സമിതി. തിരുവിതാംകൂർ രാജകുടുംബം ഈ സംരംഭത്തിന് അർഹമായ പരിഗണന നൽകുകയും സംഘാടക സമിതി ഏർപ്പെടുത്തിയ വീരശൃംഖലയിൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ മുദ്ര ആലേഖനം ചെയ്യുവാനും അനുവാദം നൽകുകയുണ്ടായി. മെയ് 25 ഞായറാഴ്ച 3 മണിക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള വടയാർ സമൂഹം കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന മഹാസമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ ഉദ്ഘാടനം ചെയ്യും. തിരുവിതാംകൂർ രാജമുദ്ര ചാർത്തിയ വീരശൃംഖല താന്ത്രിക കുലപതി മനയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരി, തന്ത്രി മുഖ്യന്മാരായ മോനാട് കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് തേരൊഴിൽ രാമക്കുറുപ്പിന് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അങ്ങനെ ഒരു വീരശൃംഖല ചടങ്ങ് നടന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്ര കലാപീഠം അധ്യാപകനായിരുന്ന ഏതാണ്ട് 35 വർഷത്തിലധികം അധ്യാപകനായിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വദേശം ഇവിടെയല്ല, പെരുവനത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മേഖല കൂടുതലും ഈ ഭാഗത്തായതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഏതാണ്ട് 10 വർഷത്തിന് മുമ്പായിട്ട് വൈക്കത്ത് നടന്നു എന്നുള്ളതല്ലാണ്ട് ചോറ്റാനിക്കരയ്ക്കിപ്പുറം തിരുവനന്തപുരം വരെയുള്ള ഈ ക്ഷേത്ര വാദ്യ മേഖലകളിൽ ഒരാൾക്കും വീരശൃംഖല നൽകപ്പെട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്കെല്ലാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഫിൽക്കോസിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി.എൻ. വാസവൻ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു. ഫിൽക്കോസ് പ്രസിഡന്റ് ജോയി തോമസ് അധ്യക്ഷനായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ, ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ഫാദർ എമിൽ പുളിക്കാട്ടിൽ, പി.കെ. ആനന്ദക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ ഈ തരത്തിൽ അനീസിയയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കേൾക്കാനുണ്ട്. അതിന്റെ മുഴുവൻ കേട്ടതിന് ശേഷം എല്ലാവരും തിരിയാവും. വളരെ മനോഹരമായ ടോൾസ്റ്റോയുടെ വിശ്വസാഹിത്യത്തിലെ ഒരു കഥയാണ്. അപ്പോൾ അതിന്റെ സൗന്ദര്യ രൂപത്തിലേക്ക് ഇപ്പം വരാൻ പോകുന്നു. അപ്പോൾ ഈ നിലയിൽ കഥാപ്രസംഗം എന്ന് പറയുന്ന കല ജനകീയമാണ്. നമുക്ക് പലർക്കും ഒരുപക്ഷെ പള്ളിക്കൂടത്തിൽ തീക്ക് പോലും പോയിട്ടില്ലാത്ത ആളുകൾക്ക് ഒഥല്ലോയിലെ ഇയാവയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ കലാരൂപത്തിലൂടെയാണ്, ഈ കഥാപ്രസംഗത്തിലൂടെയാണ്, ആ കലയിലൂടെയാണ്. അതാണ് കഥാപ്രസംഗം. പാലാ മാർസ്ലീവ മെഡിസിറ്റിയിൽ ഓവേറിയൻ ക്യാൻസർ പഠന സെമിനാർ നടത്തി. ആശുപത്രിയിൽ നടക്കുന്ന ക്യാൻസർ കെയർ സീരീസിന്റെ ഭാഗമായിട്ടാണ് പരിപാടി നടത്തിയത്. പാലാ മാർസ്ലീവ മെഡിസിറ്റിയിലെ ഓങ്കോളജി വിഭാഗത്തിന്റെയും ഒബ്സ്റ്റ്രിക്സ് ഗൈനക്കോളജി വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കോട്ടയം ONG സൊസൈറ്റിയുമായി സ്വീകരിച്ച് ഓവറിയൻ ക്യാൻസർ എന്ന വിഷയത്തിൽ പഠന സെമിനാർ നടത്തി. മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്യാൻസർ കെയർ സീരീസിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കണ്ണിയടിക്കൽ അധ്യക്ഷത വഹിച്ചു. IMA പാലാ പ്രസിഡന്റ് ഡോക്ടർ കുര്യൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓവേറിയൻ ക്യാൻസർ ചികിത്സാരംഗത്തെ നൂതന രീതികളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന പഠന സെമിനാറുകൾ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രോത്സാഹനം പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രി ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൺ, കോട്ടയം ONG സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അനിത കെ ഗോപാൽ, ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരസഭ 6-ാം വാർഡിലെ മുണ്ടാങ്കൽ പുലിമലക്കുന്ന് ജലവിതരണ പദ്ധതി പൂർത്തിയായി. പദ്ധതി 25-ന് വൈകുന്നേരം ജോസ് കെ മാണി MP നാടിന് സമർപ്പിക്കും. പാലാ നഗരസഭ 6-ാം വാർഡിൽ ജലവിതരണ പദ്ധതി പൂർത്തിയായി. ഒട്ടേറെ കടമ്പകൾ കടന്ന് 4 വർഷത്തെ പ്രയത്നത്തിലൊടുവിലാണ് മുണ്ടാങ്കൽ പുലിമലക്കുന്ന് ജലവിതരണ പദ്ധതി പൂർത്തിയാക്കിയത്. വാർഡിലെ ആവശ്യക്കാരായ ബഹുഭൂരിപക്ഷം കുടുംബങ്ങൾക്കും വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച ജലമാണ് പൈപ്പ് വഴി വിതരണം ചെയ്യാൻ സാധിക്കുന്നത്. മുണ്ടാങ്കൽ ഇളന്തോട്ടം ഭാഗത്തും കാർമൽ ആശുപത്രിയുടെ ഭാഗത്തുമുള്ള കുടിവെള്ള പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. പാലാ നഗരസഭയുടെ വിവിധ വർഷങ്ങളിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻവർഷങ്ങളിലെ നഗരസഭാ ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. 70 ലക്ഷത്തോളം രൂപ പദ്ധതിക്കായി ചിലവാക്കിയിട്ടുണ്ട്. നഗരസഭയിലെ 26 വാർഡുകളിലും ലഭിക്കുന്ന മൊത്തം ഫണ്ടിന്റെ ഒരു വിഹിതം മാത്രമേ വാർഡിൽ ഓരോ വർഷവും ലഭിക്കുമായിരുന്നുള്ളൂ. ആവശ്യമായ പണം വാർഡ് കൗൺസിലർ ബൈജു കലമ്പറമ്പിൽ ഓരോ വർഷവും ചോദിച്ചു വാങ്ങിയാണ് ഘട്ടമായി പൂർത്തീകരിച്ചത്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ കുടിവെള്ളത്തിന്റെ ശുദ്ധജലം ആണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്ട് 5 ലക്ഷം രൂപ മുടക്കുള്ള വാട്ടർ പ്യൂരിഫയർ വെച്ചുകൊണ്ട് നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഈ പ്യൂരിഫയറിലൂടെ ശുദ്ധീകരിച്ചിട്ടാണ് ടാങ്കിലോട്ട് നടക്കുന്നത്. അതുവഴിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പോൾ ഏകദേശം 100-ലധികം ആളുകൾ നമുക്കിതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതിന് മാസവരി ഉൾപ്പെടെയുള്ള മെമ്പർഷിപ്പ് ഫീസ് ഉൾപ്പെടെയുള്ള ചെറിയ ചിലവുകളൊക്കെ ഉണ്ട്. അത് ഇപ്പം മഴ നല്ല ജൂൺ മാസമായാലും ഇപ്പം അത്യാവശ്യം മഴ അധികം ഉള്ളതുകൊണ്ട് പലരും ആ ഒരു സംവിധാനവുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 75ഓളം കണക്ഷനുകൾ ഇപ്പം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കുവാൻ കഴിയും.
ഓരോ പ്രാവശ്യവും ലഭിക്കുന്ന പണത്തിനുള്ള വർക്കിനും പ്രത്യേകം എസ്റ്റിമേറ്റിനും ടെൻഡറും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുകയും ചെയ്യണമായിരുന്നു. കിണർ കുത്തണമെങ്കിൽ ഭൂഗർഭ ജല അതോറിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. വൈദ്യുതി കണക്ഷനും കടമ്പകൾ ഏറെയായിരുന്നു. പദ്ധതിയുടെ മുന്നോട്ടുള്ള നടത്തിപ്പിന് വേണ്ടി 10-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. മുണ്ടാങ്കൽ പുലിമലക്കുന്ന് ജലവിതരണ സമിതി എന്ന പേരിൽ സൊസൈറ്റിക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ജോസ് കെ മാണി MP 25-ന് വൈകുന്നേരം 5-ന് നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരെ കായിക വകുപ്പിന്റെ കിക്ക് ഡ്രഗ് സന്ദേശയാത്ര. കോട്ടയം ജില്ലയിൽ സ്വീകരണം. ലഹരിക്കെതിരായ പോരാട്ടം സാമൂഹിക ചുമതലയാകണമെന്ന് ജോസ് കെ മാണി MP. ഒറവയ്ക്കൽ കൂരാലി റോഡിന്റെ അരുവിക്കുഴി മുതൽ വല്യാത്തുകവല വരെയുള്ള ഭാഗം നവീകരണം പൂർത്തിയാക്കി. നാടിന് സമർപ്പിച്ചു. ഇടതുവശത്തുകൂടി കയറി വന്ന ടൂറിസ്റ്റ് ബസ് കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. യാത്രക്കാരന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. അപകടം MC റോഡിൽ തവളക്കുഴി ജംഗ്ഷനിൽ. തേനൂറും മാമ്പഴങ്ങളുടെ രുചിയുമായി കോട്ടയത്ത് മാംഗോ ഫെസ്റ്റ്. നാടൻ വിദേശ ശ്രേണിയിലുള്ള 100-ലധികം തരം മാമ്പഴങ്ങൾ. മാംഗോ ഫെസ്റ്റ് 25 വരെ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.